ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 2 കൺഫർമേഷനും വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും. എല്ലാവർക്കും അവരവരുടെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൺഫർമേഷൻ ഇനിയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. നമുക്കിന്ന് ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2 സിലബസ് നോക്കാം. ഈ സിലബസ് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ 008/2024 and category number 293/2024 and 736/2024 ഈ 3 എക്സാമിനുള്ള സിലബസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രേഡ് 2 തന്നെയാണ്, ഓവർസിയർ ഗ്രേഡ് 2 സിലബസ് തന്നെയാണ്. സിലബസ് സാധാരണ ഉള്ളതുപോലെ തന്നെ 10 മൊഡ്യൂളായിട്ടാണ് സിലബസ് BSc കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ ടോപ്പിക് വൈസായിട്ട് നോക്കാം. ആദ്യം തന്നെ കാണാം, നമുക്ക് ബേസിക് മൊഡ്യൂൾ 1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഓവർസിയർ ഗ്രേഡ് 2 8 മാർക്കിനാണ് ചോദിക്കുന്നതെന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ ടോപ്പിക്സും കവർ ആയിട്ടുണ്ട്. ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ്, അവയുടെ യൂസസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ്, അവയുടെ യൂസസ്, അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റ്, ടൈപ്സ് ഓഫ് ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, ടൈപ്സ് ഓഫ് സ്കെയില്, പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ. സോ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലുള്ള എല്ലാ ടോപ്പിക്സും തന്നെ ഒരു സിലബസിൽ കവർ ആയിട്ടുണ്ട്. 8 മാർക്കിനാണ് ഓവർസിയർ ഗ്രേഡ് 2 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് ചോദിക്കുന്നത് സിലബസ് പ്രകാരം. ഓക്കെ, ദെൻ അടുത്ത മൊഡ്യൂളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, 12 മാർക്കിനാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ തന്നെ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് സിലബസിൽ. ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോണുണ്ട്, ബ്രിക്കുണ്ട്, ലൈമ്, ടിമ്പർ, ടൈൽസ്, സാൻഡ്, സിമൻറ്റ്, മോർട്ടാർ, കോൺക്രീറ്റ്, ആഡ്മിക്സർ, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ്. അങ്ങനെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ആ മൊഡ്യൂളിലും കവറായി വന്നിട്ടുണ്ട്. 12 മാർക്കിനാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഓവർസിയർ ഗ്രേഡ് 2 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് സിലബസ് പ്രകാരം. ഓക്കെ, 20 മാർക്കിനാണ് ചോദിക്കുന്നതും. അവിടെയും നമുക്ക് കോമൺ ആയിട്ടുള്ള സാധാരണ ചോദിക്കുന്ന എല്ലാ ടോപ്പിക്സും തന്നെ ഉണ്ടടാ. നമുക്ക് നോക്കാം. സ്റ്റോൺ മേസൺറി ഉണ്ട്, ബ്രിക്ക് മേസൺറി ഉണ്ട്, കോമ്പോസിറ്റ് മേസൺറി ഉണ്ട്, പിന്നെ ഫൗണ്ടേഷൻ, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്കഫോൾഡിംഗ് ഉണ്ട്, ഷോറിംഗ്, അണ്ടർപൈനിങ്, ഡാം പ്രൂഫിംഗ്, വാട്ടർ പ്രൂഫിംഗ്, ടെർമൈറ്റ് പ്രൂഫിംഗ്, പിന്നെ ആർച്ച്, ലിൻഡൽ, സ്റ്റെയർ, RCC. ദെൻ RCC വന്നിട്ട് ലിൻഡൽ, കോളം, സ്ലാബ് അതെല്ലാം തന്നെ ഉണ്ട്. ഫൂട്ടിങ്സ്, മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ്, പിന്നെ അതിൻ്റെ ടെസ്റ്റുകൾ. ദെൻ സ്റ്റീൽ സെക്ഷൻസ്, ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പർ, ജോയിൻസ്, റിവറ്റഡ് ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ്, പിന്നെ ഡോർസ് ആൻഡ് വിൻഡോസ്, റൂഫ്, ഫ്ലോർസ് ആൻഡ് ഫ്ലോറിംഗ്. അങ്ങനെ എല്ലാ ടോപ്പിക്സും ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള എല്ലാ ടോപ്പിക്സും അവിടെയും കവറായി വന്നിട്ടുണ്ട്. ഏറ്റവും ഗ്രേഡ് 2 എക്സാമിന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 20 മാർക്കിനാണ് സിലബസ് പ്രകാരം ചോദിക്കുന്നത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4 നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ആണ്. ഓക്കെ, എസ്റ്റിമേറ്റ് ആണ്. അവിടെയും നമുക്ക് 12 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കാണുമെന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയും നമ്മൾ എല്ലാ കോമൺ ആയിട്ടുള്ള വരുന്ന എല്ലാ ടോപ്പിക്സും ഉണ്ടടാ. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലാസ് ഉണ്ട്. ദെൻ പ്രൊവിഷൻ ഓഫ് സേഫ്റ്റി ഫോർ ബിൽഡിംഗ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, സാങ്ഷൻ, റൂൾസ് ആൻഡ് മെത്തേഡ്സും. ഇതൊക്കെ എല്ലാ എക്സാം എടുത്തു കഴിഞ്ഞാൽ ഈ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റും സാങ്ഷനും അതിൻ്റെ റൂൾസും ബൈലാസും ഒക്കെ കോമൺ ആയിട്ട് വരുന്നതൊക്കെ തന്നെയാണ്. ഓക്കെ, ദെൻ മെഷർമെൻറ്റ് ഓഫ് വർക്ക്, റേറ്റ് അനലൈസിസ്, ലേബർ, മെറ്റീരിയൽ, ഷെഡ്യൂൾ ഓഫ് റേറ്റ്, വാല്യുവേഷൻ്റെ ടേംസ്. ഓക്കെ, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, ഇതിനടുത്ത് മൊഡ്യൂൾ 5 പോയി കഴിഞ്ഞാൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ 6 മാർക്കിനാണ് സിലബസ് പ്രകാരം ചോദിക്കുന്നത്. ഓക്കെ, 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിലും ഇറിഗേഷൻ്റെ ടേംസ് പറയുന്നുണ്ട്. ദെൻ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ്, വിയർ ആൻഡ് ബാരേജസ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ, ഹെഡ് വർക്ക്,
റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആൻഡ് ടർബൈൻസ്. ഓക്കെ, അതും എല്ലാം നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 6 മാർക്കിനാണ്. ഓക്കെ, 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ അടുത്ത് മൊഡ്യൂൾ 6ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവേ ആക്കി. സർവേ നമുക്ക് 14 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് വെയിറ്റേജ് വരുന്നത് സർവേക്കാണ്. ഓക്കെ, 14 മാർക്കിനാണ് സർവേ ചോദിക്കുന്നത്. അവിടെയും നമ്മൾ സ്ഥിരം കാണാറുള്ള എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. ചെയിൻ സർവേ പറയുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെൻറ്റ്, ഫീൽഡ് ബുക്ക്, പ്ലോട്ടിങ്, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ്, കർവ്സ്, തിയോറിലേറ്റ്, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ. ദെൻ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടോട്ടൽ സ്റ്റേഷൻ പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ പറയുന്നുണ്ട്. മെഷർമെൻറ്റ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS, അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സും സർവേയിലും കവറായി വന്നിട്ടുണ്ട്. സർവേയിൽ നമുക്ക് 14 മാർക്കിനാണ് സിലബസ് പ്രകാരം ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും 20 മാർക്കിന് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അതുപോലെ 14 മാർക്കിന് സർവേ വരുന്നുണ്ട്. ദെൻ 12 മാർക്കിന് ബിൽഡിംഗ് എസ്റ്റിമേഷൻ വരുന്നുണ്ട്. ഓക്കെ, 12 മാർക്കിന് എസ്റ്റിമേഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നും 12 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, then നമുക്ക് അടുത്ത മൊഡ്യൂൾ പോകാം. മൊഡ്യൂൾ 7 വരുന്നത് ഓട്ടോ ഗൈഡാണ്. ഓക്കെ, ഗ്രേഡ് 2-ന് ഓട്ടോ ഗൈഡ് ഉണ്ട്. ഗ്രേഡ് 1-ൻ്റെ എക്സാമിന് സിലബസിൽ അവർ ഓട്ടോ ഗൈഡ് കൊടുത്തിട്ടില്ല. ഗ്രേഡ് 2-ൻ്റെ എക്സാമിനും 3-ക്കും ഓട്ടോ ഗൈഡ് വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും ഫസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് ഇല്ലായിരുന്നു. ഈ ഗ്രേഡ് 2-ന് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ട്. ഗ്രേഡ് 3-ക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ ഗ്രേഡ് 2-ൽ ഓട്ടോ ഗൈഡിൻ്റെ ടോപ്പിക്സ് നോക്കാം. ഓട്ടോ ഗൈഡിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഓട്ടോ ഗൈഡിൻ്റെ ഇൻട്രൊഡക്ഷൻ, ദെൻ ബേസിക് കമാൻഡ്സ്, ടൂൾസ്, ഫങ്ഷൻ കീസ്, ഷോർട്ട് കട്ട് കീസ്, 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗ്, ഷോർട്ട് കട്ട് കീസ്, ലേഔട്ട്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പ്രിൻറ്റിങ്, ഡ്രോയിങ്. ഓക്കെ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നത് തന്നെയാണ്. ഷോർട്ട് കട്ടും ബേസിക് കമാൻഡും അതെല്ലാം എല്ലാ എക്സാമിനും ഓട്ടോ ഗൈഡിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഓട്ടോ ഗൈഡിൽ നിന്ന് നമുക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓക്കെ, സിലബസ് പ്രകാരം 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഓട്ടോ ഗൈഡിൽ നിന്ന് വരുന്നതാണ്. ദെൻ അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 8, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ്. ഓക്കെ, മെക്കാനിക്സിൽ നിന്ന് നമുക്ക് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 6 മാർക്കിനാണ് ചോദിക്കുന്നത്. അവിടെയും യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് പറയുന്നുണ്ട്. സിമ്പിൾ മെക്കാനിക്സ്, വർക്ക്, പവർ, എനർജി, സിമ്പിൾ, പിന്നെ സ്ട്രെസ്, സ്ട്രെയിന്, മെൻസുറേഷൻ, സിമ്പിൾ ട്രിഗണോമെട്രി, അതെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ മെക്കാനിക്സും നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. 6 മാർക്കിന് ആണ് നമുക്ക് മെക്കാനിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത മൊഡ്യൂൾ 9 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 8 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 8 മാർക്കിനാണ് ചോദിക്കുന്നത്. അവിടെയും റോഡുണ്ട്, ഡെവലപ്മെൻറ്റ്, റോഡിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്, ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് അലൈൻമെൻ്റ് ഉണ്ട്, ദെൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ് ഉണ്ട്, റെയിൽവേ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. ദെൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വരുന്നതിന് ടൈപ്സ് ഓഫ് റെയിൽ സെക്ഷൻ, പെർമനൻറ്റ് വേ, സ്ലീപ്പർ, ബാലസ്റ്റ്, ഫിക്സേഴ്സ് ആൻഡ് ഫാസ്റ്റിങ്സ്, പിന്നെ സ്ക്രൂസ്, സ്പൈക്സസ്, വാഷർ, റെയിൽ സെക്ഷൻ, അതെല്ലാം റെയിൽവേ എഞ്ചിനീയറിംഗ് വരുന്ന എല്ലാ ടോപ്പിക്കും പറയുന്നുണ്ട്. ദെൻ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജ്, സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലും റോഡുണ്ട്, റെയിൽവേ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്ന എല്ലാ ടോപ്പിക്സും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വരുന്നതാണ്. 8 മാർക്കിനാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റ് മൊഡ്യൂൾ 10 പറയുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. അവിടെ നിന്ന് നമുക്ക് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 6 മാർക്കിനാണ് ചോദിക്കുന്നത്. അവിടെയും പൈപ്പ്സ് ആൻഡ് പൈപ്പ് ജോയിൻസിനെ പറ്റി പറയുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ, ട്രീറ്റ്മെൻറ്റ്, കൺവെയൻസ് ഓഫ് വാട്ടർ, ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ, സാനിറ്റേഷൻ, ഹൗസ് ഡ്രെയിനേജ്, കളക്ഷൻ ആൻഡ് കൺവെയൻസ് ഓഫ് സീവേജ്, സെപ്റ്റിക് ടാങ്ക്, വാട്ടർ സീവേജ് ട്രീറ്റ്മെൻറ്റ്, സിവർ അപ്പർട്ടനൻസസ്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ. ഓക്കെ, ഈ ടോപ്പിക്സും പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എല്ലാം ഗ്രേഡ് 2 എക്സാമിന് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഇതെല്ലാം 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ കവറേജ് 20 മാർക്കിനാണ് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 20 മാർക്കിനാണ്. അപ്പോൾ ഗ്രേഡ് 2-ന് നിങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ 14 മാർക്കിന്, ഓക്കെ, 14 മാർക്കിന് സർവേ വരുന്നുണ്ട്. ഓക്കെ, 14 മാർക്കിന് സർവേ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 12 മാർക്കിന് ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എസ്റ്റിമേഷൻ 12 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, അത്രയാണ് 12 മാർക്കിന് വരുന്നത്. അത് കഴിഞ്ഞ് 6 മാർക്കിന് വരുന്നത് ഏതൊക്കെയാണ്? പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി, മെക്കാനിക്സ് വരുന്നുണ്ട്, അതുപോലെ
ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെ 6 മാർക്കിനാണ്. ദെൻ ഗ്രാഫിക്സ് 8 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോയ്ക്ക് 8 മാർക്കിന് വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ 8 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസ് കവർ ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്കിനി 2 മാസം സമയമുണ്ട്. അപ്പോൾ ഇനിയും റിവൈസ് ചെയ്ത് തുടങ്ങാത്തവരൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്ത് തുടങ്ങുക. നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.